കർഷക തൊഴിലാളിക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നു. വരുമാനം കിട്ടുന്ന കർഷക തൊഴിലാളി വിപണിയിലേക്ക് പോകുന്നു. ആ വിപണിയിലേക്ക് പോകുന്ന കർഷക തൊഴിലാളി പുതിയ പുതിയ സാധനങ്ങൾ ആദ്യമായി വാങ്ങാൻ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അതുപോലെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നു. ഭൂമി കർഷക തൊഴിലാളിക്ക് കുടിയാൻ സ്വന്തമായി ലഭിക്കുന്നു. അങ്ങനെ കിട്ടുന്ന കർഷകൻ, ചെറുകിട ദരിദ്ര കർഷകൻ, അവന്റെ ഭൂമിയിൽ അധ്വാനിച്ച് കിട്ടുന്നത് അത് വരുമാനം വർദ്ധിപ്പിക്കുന്നു. ഇത് നേരത്തെ സോപ്പ് ഉപയോഗിക്കാതിരുന്നാൽ അമ്മ ശരി കാശ് കിട്ടിയാൽ ഒരു സോപ്പ് ഉപയോഗിക്കാം. നേരത്തെ കുളിച്ച് വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ആളായിരുന്നു. ഇപ്പൊ സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങും. സോപ്പിന് വിപണി, കോടിക്കണക്കിന് ആളുകൾ സോപ്പ് വാങ്ങിക്കാൻ തുടങ്ങുന്നു. സോപ്പ് ഫാക്ടറികൾ തുടർച്ചയായി പ്രവർത്തിച്ചാലും ആ ആവശ്യം തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. പുതിയ പുതിയ ഫാക്ടറികൾ വരേണ്ടി വരുന്നു. അവർ ബ്രഷ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അവർ ചിലപ്പോൾ പേസ്റ്റ് ഉപയോഗിക്കും. കോടിക്കണക്കിന് പുതിയ ബ്രഷ്, പുതിയ പേസ്റ്റ്, വസ്ത്രം ധരിക്കാൻ തുടങ്ങുന്നു. അവർ ചെരുപ്പ് ധരിക്കാൻ തുടങ്ങുന്നു. പുതിയ പുതിയ ഇതിലേക്ക് വരുമാനം വർദ്ധിക്കുമ്പോൾ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. വിപണി വിപുലപ്പെടുന്നു. മുതലാളിത്തം വികസിക്കുന്നു. ഇങ്ങനെയാണ് ക്ലാസിക്കൽ മുതലാളിത്തത്തിന്റെ വളർച്ചയെങ്കിൽ ഇന്ത്യൻ മുതലാളിത്തം ഈ കെട്ടഴിച്ചുവിടലിനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഭൂപ്രഭുത്വവുമായി സന്ധി ചെയ്തു. ഇതിന്റെ ഭാഗമായി കാർഷിക മേഖലയിലുള്ള വളർച്ച ഇന്ത്യയിലുണ്ടായില്ല. കമ്പോളത്തിന്റെ പ്രതിസന്ധി മുതലാളിത്തത്തിന്റെ വളർച്ചയെയും പരിമിതപ്പെടുത്തി എന്നുള്ളതാണ്. അതാണ് ഇന്ത്യൻ മുതലാളിത്ത വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ദൗർബല്യമായി നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത്. അത് മുതലാളിത്ത പൂർവ വ്യവസ്ഥകളുമായി സന്ധി ചെയ്തിരിക്കുന്നു. അത് ഭൂപ്രഭുത്വവുമായി സന്ധി ചെയ്തിരിക്കുന്നു. വികസനപാത മുതലാളിത്തത്തിന്റെ തന്നെയാണെങ്കിലും ഈ സന്ധി ചെയ്യലുണ്ട്. രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ഈ വികസനത്തിന്, മുതലാളിത്ത വികസനത്തിന് നേതൃത്വം നൽകുന്ന വലിയ ബൂർഷ്വാസി, വൻകിട ബൂർഷ്വാസി എന്നുള്ളത് സാമ്രാജ്യത്വവുമായി ബന്ധം അവസാനിപ്പിച്ച് ഇവിടെ ശക്തിപ്പെടാൻ, അവിടുത്തെ സാമ്രാജ്യത്വ കുത്തകകളുടെ